സുഹൃത്തുക്കളെ, ഇന്ന് 2026 ഫെബ്രുവരി 10. ഒത്തിരി പ്രതീക്ഷകളോടെയാവാം നാം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. 2025 എന്ന് എഴുതി ശീലിച്ച് നാം 2026 എന്ന് എഴുതി തുടങ്ങി. നമ്മുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഉണ്ടായിരുന്ന 2025 കലണ്ടറുകൾ നാം എടുത്തു മാറ്റി. പകരം 2026 പുതിയ കലണ്ടർ നാം തൂക്കി. നമുക്കെല്ലാവർക്കും ഒരു വയസ്സ് കൂടി നമ്മുടെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വർഷം കൂടി നാം അറിയാതെ തന്നെ വെട്ടി മാറ്റപ്പെട്ടു. ഈ അവസരത്തിൽ കച്ചവടക്കാരൊക്കെ ഇരുന്ന് കണക്ക് പുസ്തകം എടുത്തു വച്ച് കൂട്ടിക്കിഴിച്ച് ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നത് പോലെ എവിടെ ലാഭമുണ്ടായി, എങ്ങനെ നഷ്ടമുണ്ടായി, എന്താണ് ഇതിൻ്റെ പോംവഴി എന്നൊക്കെ ചിന്തിച്ചാലോചിച്ച് കർമ്മ പരിപാടികൾ തയ്യാറാക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞുപോയൊരു വർഷത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ പുതുവർഷത്തെ കുറച്ചുകൂടി മനോഹരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കഴിഞ്ഞുപോയ വർഷമെന്ന് പറയുമ്പോൾ തന്നെ അത് കഴിഞ്ഞുപോയതാണ്. ഇക്കാര്യം ഒരിക്കലും നാം വിസ്മരിക്കരുത്. ഒരു രോഗിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ഡോക്ടേഴ്സും നഴ്സുമാരും മറ്റെല്ലാവരും കൂടി ചേർന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ അയാളെ രക്ഷിക്കാനുള്ള തീവ്രയത്നത്തിലാവും. ഉടൻ തന്നെ അയാളെ ICUയിലേക്ക് മാറ്റുന്നു, രക്തം പരിശോധിക്കുന്നു, രക്തം കൊടുക്കുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, പ്രഷർ നോക്കുന്നു, സാധ്യമായ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ബദ്ധപ്പാടിലാണ് എല്ലാവരും. പക്ഷെ പെട്ടെന്ന് ഇതിനിടയിൽ ആ രോഗി തല ഒരു വശത്തേക്ക് ചരിച്ച് അന്ത്യശ്വാസം വലിക്കുകയാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക? ഡോക്ടേഴ്സ് എല്ലാവരും ഓരോരുത്തരായി കടന്നു പോകും. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ആ മൃതശരീരത്തിൻ്റെ കയ്യിലോ കാലിലോ പേര് അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതിയ ടാഗ് കെട്ടി അതിനെ നേരെ മോർച്ചറിയിലേക്ക് മാറ്റും. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതുതന്നെയാണ്. കഴിഞ്ഞുപോയ കാലമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യമെന്ന് തന്നെയാണ് അതിനർത്ഥം. അവസാന ശ്വാസം വലിക്കുന്നതുവരെ ആ രോഗിയെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന ബദ്ധപ്പാടിലായിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ അവരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് മാറി. ഇനി അതിൽ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ അത് എന്തു തന്നെയായാലും അങ്ങനെ തന്നെ കിടക്കും. ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനോ മറിക്കാനോ തിരുത്താനോ എനിക്കോ നിങ്ങൾക്കോ കഴിയുകയില്ല. ഇതാണ് സത്യം. ഇതാണെങ്കിലും എന്തൊരു കഷ്ടമായിപ്പോയി, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. എത്ര വട്ടം അങ്ങനെ പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കടന്നുപോയ ചില വേദനാജനകമായ നിമിഷങ്ങളെ ഓർത്ത് പരിതപിക്കുന്നത് മൃതശരീരത്തെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമായിരിക്കും. ഈ കഴിഞ്ഞ കാലത്തെ ഈ മൃതശരീരത്തെ മോർച്ചറിയിലേക്ക് മാറ്റുക തന്നെ വേണം. ഒരച്ചടി യന്ത്രത്തിലൂടെ കടന്നു പോകുന്ന പത്രക്കടലാസ് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു ഭാഗത്തുകൂടി നല്ല വെളുത്ത പത്രക്കടലാസുകൾ യന്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. മറുഭാഗത്തുകൂടി മഷി പുരണ്ട അച്ചടിച്ച പത്രം പുറത്തു വരുന്നു. എന്തും എഴുതാൻ പറ്റിയ ഒരു പേപ്പറായിരുന്നു അത്. പക്ഷേ ഒരിക്കൽ അച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും എഴുതാൻ അത് ഉപകരിക്കില്ല. ഇതുപോലെ തന്നെ ഓരോ നിമിഷവും നമ്മുടെ ജീവിത പ്രസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അച്ചടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഹൃദയസ്പർശിയായ ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ യേശു ചെല്ലുന്നു. ആ കല്ലറ തുറക്കാൻ അവൻ ആവശ്യപ്പെടുകയാണ്. മർത്ത പറയുന്നുണ്ട്, ഗുരു, അത് തുറക്കരുത്, ദുർഗന്ധമുണ്ടാവും. മരിച്ചിട്ട് ഇത് 4-ാം ദിവസമാണ്. ഇതാണ് സത്യം. ജീവിതത്തിലുണ്ടായ തകർച്ചകളുടെ കുഴിമാടം തുറക്കുമ്പോൾ അത് അസഹനീയമായ അനുഭവമായിരിക്കും. ദുർഗന്ധം ഉണ്ടാവും. പക്ഷേ ഈശോ പറയുന്നു, ലാസർ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതാർക്കാണ് പറയാൻ കഴിയുക? ആർക്കാണ് ഈ കല്ലറ തുറക്കാൻ കഴിയുക? ആർക്കാണ് അഴുകിത്തുടങ്ങിയ ലാസറിനെ ഉന്മേഷവാനായി പുതുജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുക? ജീവൻ്റെ നാഥന്,
ജീവൻ്റെ ഉടയവന് മാത്രം. അവൻ പറയുന്നു, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഞാൻ. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ ആയിരിക്കുന്ന എനിക്ക് മാത്രമേ നിങ്ങളുടെ ഇന്നലകളുടെ മേൽ സ്വാധീനമുള്ളൂ. നിങ്ങളുടെ തകർന്നടിഞ്ഞ ഇന്നലകളെ എനിക്ക് ഇന്ന് ശരിയാക്കാൻ കഴിയും. ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ നീറുന്ന നഷ്ടങ്ങളുടെ കഥ പേറുന്ന ഇന്നലകളെ നമുക്ക് വച്ചു കൊടുക്കാം. അവനതിനെ മാറ്റി മറിച്ച് രൂപപ്പെടുത്തട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, മരിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകളും മരിച്ചവരോടൊപ്പം വിശ്രമിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ നീറുന്ന നഷ്ടങ്ങളുടെ കഥ പേറുന്ന ഇന്നലകളെ അനുഗ്രഹങ്ങളാക്കാൻ കഴിവുള്ളവനെ ഏൽപ്പിച്ച് നമുക്ക് ഇന്നലകളോട് വിട പറയാം. 2025 കടന്നു പോകുമ്പോൾ ഒരിക്കൽ കൂടി ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നഷ്ടത്തിൻ്റെ കഥകളെല്ലാം ചരിത്രത്തിൻ്റെ മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാം. ഒപ്പം ഇന്നലകൾ നമുക്ക് നൽകിയ ചില അമൂല്യങ്ങളായ പാഠങ്ങൾ നാളേക്കായി നമുക്ക് എടുത്തു വയ്ക്കാം, കൂടെ കൂട്ടാം. ഇനി നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഭാവി കാലമാണ്. ഇതൊരു സാധ്യത മാത്രമാണ്. സത്യത്തിൽ ഭാവി കാലം എന്നൊരു സംഗതി ഉണ്ടോ? ഉണ്ട് എന്ന് നാം വിചാരിക്കുകയാണ്. നാളെ എന്നൊരു ദിവസം ഉണ്ടോ? ഉണ്ട് എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നാം പദ്ധതി തയ്യാറാക്കി ഉറങ്ങാൻ കിടക്കുന്നു. ഇന്നലെ ഉറങ്ങാൻ കിടന്ന എല്ലാവരും ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം? ഭോഷ എന്നല്ലേ കർത്താവ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്നത്? അടുത്ത നിമിഷം നമുക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? നാളെ എന്നുള്ളത് വെറും ഒരു സാധ്യത മാത്രമാണെന്ന് തിരിച്ചറിയുക. ഓരോ ഉറക്കവും മരണത്തിൻ്റെ ഒരു മുന്നാസ്വാദനമല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങളൊന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകണ്ട. നാളെക്കുറിച്ചൊട്ടും. അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, നിങ്ങളുടേതല്ല. ദൈവം എനിക്ക് തരുന്നെങ്കിൽ ഞാനിത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് നാളെ ഇല്ല. ഇന്നലെ എന്ന് പറയുന്ന ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം കടന്നുപോയി. ഇനി എനിക്കതിന്മേൽ യാതൊരു സ്വാധീനവും ഇല്ല. നാളെ എന്ന് പറയുന്ന ദിവസം എൻ്റേതല്ല, അത് തമ്പുരാൻ്റെ കരങ്ങളിലാണ്. ഒരു മരത്തിലിരിക്കുന്ന ഒരു പക്ഷിയെപ്പോലെ അത് എൻ്റേതാണെന്ന് പറയുവാൻ പറ്റുമോ? ഏത് നിമിഷവും ആ പക്ഷി ആകാശത്തേക്ക് പറന്നു വരാം. ഇതാണ് എൻ്റെ ഇന്നലെയും എൻ്റെ നാളെയും. ഇനി എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഇന്നുകൾ, ഈ നിമിഷം, ഈ ദിവസം ഓരോ നിമിഷങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ശ്രദ്ധയോടും കൃത്യതയോടും കൂടെ ഓരോ നിമിഷവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ തമ്പുരാനോട് ചേർന്ന് അവനോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദിവസം മുഴുവനും മനോഹരമായി തീരും. നിരന്തരം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരിക്കലും തെറ്റുപറ്റാത്ത നസറായനായ യേശു. ലോർഡ് ടെൽ മീ വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? ഞാൻ എന്ത് ചെയ്യണമെന്ന്, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരിക. യേശുവിൻ്റെ പ്രാർത്ഥനയാണിത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ മനോഹരമാക്കുമ്പോൾ, പിന്നീട് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഭൂതകാലവും പ്രത്യാശയുടെ പ്രഭ വിതറുന്ന ഒരു ഭാവി കാലവും എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുന്ന ഒരു ജീവിതവുമായിരിക്കും എൻ്റെ മുമ്പിലുണ്ടാവുക. ആത്മസംതൃപ്തിയോടെ നമുക്കും പറയാം, വിശുദ്ധ പൗലോസിനെ പോലെ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പരിശുദ്ധ മറിയത്തെ മാലാഖ അഭിസംബോധന ചെയ്തതുപോലെ നമ്മെ നോക്കി ഈ ലോകം പറയും, നന്മ നിറഞ്ഞവളെ സ്വസ്തി, നന്മ നിറഞ്ഞവനെ സ്വസ്തി. ലോകം മുഴുവൻ നമ്മെ എടുത്തുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. 2026 എല്ലാവർക്കും ഒരു അനുഗ്രഹവർഷമായി തീരട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.